മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ശ്രമിച്ചു പരാജയപ്പെട്ട നായരീഴവ ഐക്യമാണ് ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത്. ഒന്നല്ല രണ്ടല്ല, ഇത് മൂന്നാം തവണയാണ് കേരള ചരിത്രത്തിൽ ഈ ശ്രമം പാളുന്നത്. വിശാല ഹിന്ദു ഐക്യത്തിനായിരുന്നു ആദ്യ രണ്ട് ശ്രമങ്ങളെങ്കിൽ ഇത്തവണ നസ്രാണികളെ കൂടി ചേർത്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിശാല പദ്ധതി. അതിലൊരു തരികിട ആദ്യമേ തോന്നി എന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയതും പിന്നാലെ കൃത്യം സമയത്ത് വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പത്മ പുരസ്കാരവുമാണ് സുകുമാരൻ നായർക്ക് സംശയം തോന്നിപ്പിച്ചതും പിന്നെ അതിനെ ഉറപ്പിച്ചതും. VD സതീശന് മാപ്പില്ല, പറവൂരിൽ പിന്തുണ കൊടുക്കില്ല, UDF-ലും BJP-യിലും മികച്ചത് ഇടതാണ് എന്നെല്ലാം ഇന്ന് സുകുമാരൻ നായർ തുറന്നു പ്രഖ്യാപിക്കുന്നു. സമദൂരത്തിലെ വിഷയാധിഷ്ഠിത അനുഭാവം NSS ഇടതിന് നേരെ തിരിച്ചു വെച്ചതോടെ ഇടതുമുന്നണി കുറച്ച് ആശ്വാസത്തിലുമാണ്. കേരളത്തെ സാമുദായിക വോട്ട് ബാങ്ക് സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടാകുമോ നായരീഴവ ഐക്യത്തിൻ്റെ തകർച്ചയ്ക്കും NSS നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ഇടത് അനുകൂല സമീപനത്തിലും? അത് ഒറ്റയടിക്ക് ഇടത് അനുകൂല സമീപനമൊന്നും നമുക്കങ്ങ് പറഞ്ഞു വയ്ക്കാനൊന്നും കഴിയില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ സുകുമാരൻ നായർ സമദൂരത്തിൽ ഒരു ശരിദൂരം ഉണ്ട് എന്ന് പറയണം. അതേതായാലും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് VD സതീശനെതിരെ മാത്രമാണ്. നമുക്കെന്തായാലും കാത്തിരുന്ന് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. BJP-യും കോൺഗ്രസും CPIM-ഉം ലീഗും സഭകളും സമസ്തയും എല്ലാം ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി ഇനിയും വരാനുണ്ടല്ലോ. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവുമാണ്. രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് രൂക്ഷമായി വിമർശിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമുദായ നേതാവ് എന്നുള്ള സ്വത്വം മുകളിലേക്ക് ഉയർന്നു വരും. അതേസമയം സമുദായ നേതാവ് എന്ന നിലയ്ക്കാണ് പരിഗണിക്കുന്നതെങ്കിൽ അപ്പോൾ രാഷ്ട്രീയ സ്വത്വം ഉയർന്നു വരും. അതായത് അത് പാണക്കാട് തങ്ങളുടെ കാര്യം പറയുന്ന പോലെയാണ്. പാണക്കാട് തങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിമർശനം രൂക്ഷമായി വന്നാൽ അപ്പോൾ അവിടുത്തെ ആത്മീയ സ്വത്വം ഉയർന്നു വരും. അതായത് അദ്ദേഹത്തിനാണെങ്കിൽ കടുത്ത രീതിയിൽ രാഷ്ട്രീയം പറയാനുള്ള എല്ലാ അവകാശവും അനുവദിക്കപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ഇതിന് ഡബിൾ എന്നിവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ പറയാൻ എനിക്ക് തോന്നാറുണ്ട്.